അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഇന്ന് നമുക്ക് നല്ലൊരു വെള്ളിയാഴ്ച ഈമാനോടെയും ആഫിയത്തോടെയും കൂടെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ്. 2021 ഫെബ്രുവരി 26 എന്നുള്ള ഈ ഒരു ദിവസം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തെക്കുറിച്ച് അള്ളാഹു നാളെ നമ്മോട് വിചാരണ ചെയ്യും. അതിനു മുമ്പായി നാം ഒരു സ്വയം വിചാരണ നടത്തുന്നത് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും. അള്ളാഹു ഇന്ന് നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ജുമുഅയും എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എന്തെങ്കിലും പാകപ്പിഴവുകളുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപുറത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഷാൻ ഡോക്ടറുടെ രോഗം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി ശിഫിയാകുകയും നമ്മോടൊപ്പം വന്നു ചേരാനുള്ള മഹത്തായ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ഹിസാബിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയ സഹോദരിക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് വെള്ളിയാഴ്ച നമുക്കറിയാം. ജുമുഅയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുകയും നഖങ്ങളും മുടികളും എല്ലാം മാറ്റുകയും അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയും നേരത്തെ ജുമുഅയ്ക്ക് എത്താനും എല്ലാം നമുക്ക് സാധിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തുകൾ വർദ്ധിപ്പിക്കാനും പ്രത്യേകമായി എന്തെങ്കിലും സ്വതക്ക നിർവഹിക്കാനും ഇന്ന് നമുക്ക് കഴിഞ്ഞോ എന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം അള്ളാഹു നമ്മിലും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഫർലായ ജമാഅത്ത് നമസ്കാരങ്ങൾ, തഹജ്ജുദ് നമസ്കാരം, ലുഹ, റവാത്തിബ് സുന്നത്തുകൾ, മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നിവ ഇന്ന് നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിത്യ ജീവിതത്തിലെ സുന്നത്തുകൾ, ഓരോ സമയങ്ങളിലുമുള്ള പ്രാർത്ഥനകൾ, രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള പ്രാർത്ഥനകളും സുന്നത്തുകളും കൃത്യമായി പാലിക്കാൻ ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ രാവിലത്തെയും വൈകുന്നേരത്തെയും അദ്കാറുകൾ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, 100ഓളം ഇസ്തിഗ്ഫാർ ഇന്ന് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞോ? കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പ്രാർത്ഥന ഇന്ന് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമുക്കറിയാം, പിശാച് മനുഷ്യൻ്റെ ജന്മശത്രുവാണ്. അതുകൊണ്ട് തന്നെ പിശാച് മനുഷ്യനെ എങ്ങനെയെങ്കിലും വഴിതെറ്റിക്കാൻ നോക്കും എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ പിശാച് നമ്മെ ഉത്കണ്ഠയിലും സങ്കടത്തിലും അകപ്പെടുത്താനും അതുവഴി അള്ളാഹുവിനെ സ്നേഹിക്കാതെ ആരാധന അർപ്പിക്കാതെ കഴിയുവാനും ആഗ്രഹിക്കുന്നു. അള്ളാഹു അത്തരം കുതന്ത്രം പ്രതിരോധിക്കാൻ നമുക്ക് വഴി പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് ആറാഫിൽ 200-ാമത്തെ ആയത്തിൽ, പിശാച്ചിൽ നിന്നുള്ള വല്ല ദുഷ്പ്രേരണയും നിന്നെ ബാധിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക. തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇതുപോലെ പിശാച്ചിൽ നിന്നുള്ള എന്തെങ്കിലും ദുഷ്പ്രേരണ ഉണ്ടാകുമ്പോൾ ഇതുപോലെ അള്ളാഹുവോട് ശരണം തേടാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. മറ്റു ചോദ്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരാണ് നോമ്പെടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഇന്ന് ആരാണ് മയ്യത്ത് ജനാസയിൽ പങ്കെടുത്തത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരാണ് ആവശ്യക്കാരന് ഭക്ഷണം നൽകിയത്? അതിനും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉത്തരം പറഞ്ഞു, ഞാൻ ഉണ്ട് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഈ 4-ാമത്തെ ചോദ്യത്തിനും ഉത്തരമായി അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെയാണ് മറുപടി പറഞ്ഞത്, ഞാൻ ഉണ്ട് റസൂലേ എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാര്യങ്ങൾ ഒത്തുവന്നവർ ഉറപ്പായും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഹദീസ് നാം പരീക്ഷിക്കാറുണ്ടോ? ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ടോ? നമുക്ക് കിട്ടുന്നുണ്ടോ? നാം ആലോചിച്ച് നോക്കുക. ഒരാൾ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഉത്തരം നൽകുകയും പിന്നീട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, വഅന്ന അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളിതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദൻ റസൂല വബിൽ ഇസ്ലാമി ദീന اللهم صل على محمد وعلى آل محمد اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والوسيلة وابعثه مقام محمودا الذي وعدته إنك لا تخلف الميعاد. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു എന്ന്. ഇതുപോലെ നാം ബാങ്ക് കേൾക്കുമ്പോൾ ഈ ഒരു മനസ്സോടു കൂടി നാം ഈ പ്രാർത്ഥനകൾ നിർവഹിക്കാറുണ്ടോ? നമുക്ക് ഇന്ന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ മറ്റു ഹദീസിൽ നമുക്ക് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിലും താഴെയുള്ളവരെ നോക്കുക, ഉയർന്നവരുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അല്ലാഹു തആല നിങ്ങളിൽ ചെയ്ത അനുഗ്രഹങ്ങൾ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇത് വലിയൊരു തത്വമാണ്. നമ്മേക്കാൾ താഴെയുള്ളവരിലേക്ക് മാത്രമേ നാം നോക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ നമ്മേക്കാൾ സൗകര്യവും സുഖവുമുള്ള ആളുകളിലേക്ക് ഒരിക്കലും നാം നോക്കരുത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സ്വഭാവം നമ്മിലുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമുക്കറിയാം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടുള്ള പല അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ചില സമയങ്ങളിൽ അത്യാവശ്യ സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യം തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ കൈകളിൽ കൂടെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് വലിയ അത്ഭുതവും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും നാം ചെയ്യാറുണ്ട്. ഇങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ അതിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? മറ്റു ചോദ്യം, പാപങ്ങൾ ചെയ്യാത്തവരായി ആരും ഉണ്ടായിരിക്കുകയില്ല. ആ പാപങ്ങൾ തന്നെ നമുക്ക് വിജയകരമാക്കി മാറ്റാൻ കഴിയുകയും കഴിയുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ആത്മാർത്ഥമായ തൗബ ചെയ്യുകയും അങ്ങനെ ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ തെറ്റുകൾ വന്നുപോയാൽ അതുവഴി തന്നെ ആ തെറ്റ് മുഖേന നമുക്ക് പശ്ചാത്തപിക്കാനും തൗബ ചെയ്യാനും അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും അങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. അള്ളാഹു താലാക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സംഗതികൾ ത്യജിച്ചവരായിരിക്കും മിക്കവാറും എല്ലാ വിജയികളും. പലപ്പോഴും നമുക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ പലതും ത്യജിക്കേണ്ടതായി വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം പിന്നിലേക്ക് ആലോചിച്ച് നോക്കുക. സാധാരണ നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും രോഗങ്ങളും പ്രത്യേകിച്ച് വേദന, ബുദ്ധിമുട്ടുകൾ, പരീക്ഷണം എല്ലാം വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാനും അതോടൊപ്പം മനസ്സിന് ശാന്തി നൽകുന്ന വിശുദ്ധ ഖുർആനുകൾ ആ സമയത്ത് പാരായണം ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും പലർക്കും ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന പല ആയത്തുകളും വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ആയത്ത് നമുക്ക് ആ സന്ദർഭങ്ങളിൽ, പ്രയാസങ്ങൾ വരുന്ന സമയങ്ങളിൽ പാരായണം ചെയ്യാനും മനസ്സിന് ആശ്വാസം കണ്ടെത്താനും കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ നന്ദിയുള്ളവരും വിശ്വസ്തരുമാണെങ്കിൽ അള്ളാഹുവിന് നമ്മെ ശിക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. നമ്മുടെ പ്രയത്നങ്ങളെ വിലമതിക്കുന്നവനുമാണ് അള്ളാഹു. ഇങ്ങനെ വിശ്വസ്തരുടെയും നന്ദിയുള്ളവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നാം അതിൽ ഉൾപ്പെടും എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹു എപ്പോഴും നിന്നെ ഓർക്കുന്നവരിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹു നീ ഇഷ്ടപ്പെടുന്നത് മാത്രം ഇഷ്ടപ്പെടാനും നീ വെറുക്കുന്നത് വെറുക്കുകയും ചെയ്യുന്ന ഹൃദയത്തിൻ്റെ ഉടമകളാക്കി നീ ഞങ്ങളെ എല്ലാവരെയും മാറ്റിത്തരുമാറാകണമേ. ആമീൻ. അല്ലാഹുവേ, നിൻ്റെ പ്രീതി സമ്പാദിക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ഓരോ അവയവങ്ങളും സൽക്കർമ്മങ്ങളിലും ഞങ്ങളുടെ സൽവിചാരങ്ങൾ എപ്പോഴും നന്മയിലുമാക്കി തീർത്ത് തരുമാറാകണമേ റഹ്മാനായ റബ്ബേ. അള്ളാഹു നിൻ്റെ ഏറ്റവും നല്ല അടിമകളിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും നീ പുറത്ത് മാപ്പാക്കി തന്നെ വലിയ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ ഒരു വിചാരണയുമില്ലാതെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകണമേ. റഹ്മാനായ റബ്ബെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷാൻ ഡോക്ടറുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിക്കുകയും ഞങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം എത്രയും പെട്ടെന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാനും ഉള്ള തൗഫീക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണമേ റഹ്മാനായ റബ്ബെ. റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.